അതാണ് തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞത്. അതിന് വേണ്ടിയാണ് മെയിനായിട്ട് മീഡിയാസിന് വെച്ചത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവള് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്ത് ആ സ്വന്തം ഏണിങ്സിൽ നിന്ന് വാങ്ങിച്ച BMW X7 ആണ്. ഒരിക്കലും ഞാൻ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് സർപ്രൈസ് ഗിഫ്റ്റോ കാര്യങ്ങളോ ഒന്നും കൊടുത്തല്ല. അത് പൊക്കെ കൊടുത്തത് വെഡിങ് ആനിവേഴ്സറിയിട്ടാണ്. എല്ലാവരും മെയിനായിട്ട് പറയുമോ ഫസ്റ്റ് വൈഫിന് ഇങ്ങനെയൊന്നും ഗിഫ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല, സെക്കൻഡ് വൈഫിന് കൊണ്ടുപോയിട്ട് BMW X7 കൊടുത്തതൊക്കെ പറയും. അങ്ങനെയൊന്നുമല്ല. ഇത് അവൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടിയ ഏണിങ്സ് കൊണ്ടിട്ട് അവൾ സ്വന്തമായിട്ട് തന്നെ വാങ്ങിച്ചാണ്. അല്ല, അത് സുഹാനക്കാണ്. ബ്ലിങ്ക് ബേ ജ്വല്ലറി സുഹാനയാണ്. അവള് ക്ലോത്തിങ് ആണ്. ഫിറ്റ്ചെക്ക് അതായത് ഫിറ്റ്ചെക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ട്. അത് ഫുൾ ഇമ്പോർട്ടഡ് ആണ്. ഫുള്ള് ചൈന ഐറ്റംസ് ആണ്, ഹൈ ക്വാളിറ്റി ഐറ്റംസ് ആണ്. ഫിറ്റ്ചെക്ക് എത്നിക്സ് ഉണ്ട്, അത് ഇന്ത്യൻ എത്നിക്സ് ഐറ്റംസ് ആണ്. രണ്ട് സെപ്പറേറ്റ് രണ്ട് വെബ്സൈറ്റ് ആണ്. അത് ഒരുപാട് കണ്ടമാനം കസ്റ്റമേഴ്സ് ഓൾറെഡി ഉണ്ട്. ഒരുപാട് മാഷാഅല്ലാഹ് നല്ല രീതിയിൽ ഓൺലൈനൊക്കെ സെയിൽ നടന്നു. ഓൺലൈനാണ്, അതാണ് ഓൺലൈനിൽ നല്ല. അതായത് ഇപ്പൊ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. ഇത്ര നാൾ കൊണ്ട് ഒരുപാട്, അതായത് 10,000 മേലെ കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്ക് ഓൾറെഡി. മാഷാഅല്ലാഹ് ഞങ്ങൾക്ക് 6 മാസം അത്രേ ആയിട്ടുള്ളൂ. അധികം നാളായിട്ടില്ല. പക്ഷെ നല്ല ഗ്രോത്ത് ഉണ്ട്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ സുഹാനയുടെ ബ്ലിങ്ക് ബേ ആണെങ്കിലും നല്ല ഗ്രോത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാണ്ട് ഞാൻ ചൈനയിൽ നിന്ന് സോഴ്സിങ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ വെസ്റ്റേൺ വെയറും അതേപോലെ എല്ലാ ഐറ്റംസും, ഇമിറ്റേഷൻ ജ്വല്ലറി ഐറ്റംസും എല്ലാം നമ്മൾ ഇവിടെ ഇന്ത്യയിലേക്കും ദുബായിലേക്കും UK എല്ലാം പല സ്ഥലത്തേക്കും നമ്മൾ സോഴ്സിങ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഞാൻ ചൈനയിലായിരുന്നു. ഇതിനു വേണ്ടി ഇപ്പോൾ 2 ദിവസം മുമ്പ് ഞാൻ വന്നോളൂ. വന്നപ്പോഴത്തേക്കും ഓൾറെഡി വണ്ടിയൊക്കെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ ഇരിക്കുന്നത്. 1.25 കോടി വണ്ടിയുടെ വിലയുണ്ട്. അതൊക്കെ പതുക്കെ റിവീൽ ചെയ്യുള്ളൂ. സർപ്രൈസ് ആവും. ഫോർച്യൂണർ താറ്. അതെ, അതല്ല എന്റെ ട്രാൻസ്ഫർ റോക്കിന്റെ എല്ലാം 123 ആണ്. എന്റെ മൊബൈൽ നമ്പർ 123 ആണ്. പക്ഷെ ഇത് പുള്ളിക്കാരത്തിട്ടാണ്. മിക്കവാറും നമുക്ക് നോക്കാം. എനിക്കിവിടെ ആയിട്ട് കിഴക്കമ്പലത്ത് ഒരു 3-4 പ്രോപ്പർട്ടി ഉണ്ട്. കിഴക്കമ്പലം സൈഡാണ്. ഫ്ലാറ്റ് അല്ല, വീടാണ്. വീടുകളായിട്ട് ഭാവി പരിപാടി എന്താ, ഏൺ ചെയ്യുക. അതായത് പറയൂലേ പട്ടിയെ പോലെ പണിയെടുക്കുക, രാജാവിനെ പോലെ ജീവിക്കാന്ന്. പക്ഷെ രാജാവിനെ പോലെ ജീവിക്കാനുള്ള ടൈം കിട്ടല്ല. അത് മാത്രമേ ആകെയുള്ള ഒരു പ്രശ്നം. കുഴപ്പമില്ല, അൽഹംദുലില്ലാ. അത് ഞാനങ്ങനെയല്ല, യൂട്യൂബൊക്കെ പുള്ളിക്കാരത്ത് തന്നെയാണ് ചെയ്യാറ്. ഞാൻ വല്ലപ്പോഴും വീഡിയോസ് ഇട്ടാലിട്ട്, അത്രേ ഉള്ളൂ. ഞാൻ മെയിനായിട്ട് ബിസിനസ് തന്നെ. ഇപ്പോൾ എൻ്റെ ഒരു പാതയിലാണ് പുള്ളിക്കാരത്തിന് പോയിക്കൊണ്ടിരിക്കുന്നത്. ബിസിനസ് തന്നെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഈ റമദാൻ ആയപ്പോഴാണ് യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഇടാൻ തുടങ്ങിയത്. അതെ, അതുകൂടാണ്ട് പുള്ളിക്കാരത്തിൻ്റെ ബ്ലോഗിലൂടെ ഡെയിലി വ്യൂവേഴ്സിന് ഏതെങ്കിലും ഒരാളെ സെലക്ട് ചെയ്ത് ഒരു 1000 rupees നമ്മൾ സദക്ക കൊടുക്കണമുണ്ട്. ഡെയിലി എല്ലാ വ്ളോഗിലും കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. അതെ, ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്കുണ്ടല്ലോ, നിങ്ങൾക്ക് കിടില ഇഫ്താർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അടിപൊളി ഇഫ്താർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് മെയിൻ തിങ്. അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് മാത്രമെന്നല്ല, ഏതോ ഒരു വൈഫിന് ഹസ്ബൻഡിന്റെ സപ്പോർട്ട് വേണം. അല്ലെങ്കിൽ വെറുതെ വീട്ടിന്റെ മൂലക്ക് കയറി ഇരിക്കേണ്ടി വരും. ദാറ്റ്സ് ദ മെയിൻ തിങ്. നല്ല സപ്പോർട്ട് ഉണ്ട്. ബേബിയുടെ മാത്രമല്ല, എൻ്റെ ഹോൾ ഫാമിലി, സോനു ആവട്ടെ, കിഡ്സ് ആവട്ടെ, എല്ലാവരും സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ എല്ലാവരും ഓരോ വഴിയായി. അല്ല, ഇത് എനിക്ക് ബേബി ചൈനന്ന് കൊണ്ടുവന്നു. ബേബി എന്താണ് ബ്രോ? ബേബി കുട്ടി ചൈന പോരട്ടെ. നീലക്കോയിൽ തിങ്സ് ഒക്കെ കൂടെ പോരട്ടെ. ബേബിന് ഇഷ്ടം, 2 ബേബിന് ഇഷ്ടം അല്ലേ? അതെ, നീലക്കോയില് മെയിനായിട്ട് ഉമ്മ കൊടുക്കണം. പിന്നെ വേറെ പറഞ്ഞോ. അടിപൊളി, ഒരു രക്ഷയില്ല. അതായത് ഞാൻ ആദ്യം ഒരു ടെസ്റ്റ് അടിച്ചതാണ്. അതായത് ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആദ്യം ചൈനയിൽ നിന്ന് ഐറ്റംസ് ഇറക്കി കൊടുത്ത്, ബാങ്കോക്കിൽ നിന്ന് ചൈനയിൽ നിന്നൊക്കെ ഐറ്റംസ് ഇറക്കി കൊടുത്ത് എങ്ങനെ ബിസിനസ് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നോക്കുമ്പോഴത്തേക്കും രാപകലില്ലാണ്ട് കഷ്ടപ്പെടുന്നതെന്ന് തന്നെ പറയാം. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ശരിക്കും ആ ഒരു ഹാർഡ് വർക്കിൻ്റെയാണ് ഈ നിസ്സാര മാസങ്ങൾ കൊണ്ടിട്ട് BMW X7 തന്നെ സ്വന്തമാക്കാൻ വേണ്ടി പറ്റിയത്. ശരിക്കും ഇത് എൻ്റെ ഡ്രീം വണ്ടിയാണ്, പക്ഷേ സ്വന്തമാക്കി എൻ്റെ ഭാര്യയാണ്. ഇല്ല, അങ്ങനെ എനിക്ക് മെയിനായിട്ട് BMW ഇഷ്ടം. കൂടുതൽ താല്പര്യം BMW ആയിരുന്നു. പിന്നെ ഇൻഷാ അല്ലാഹ് ഇനി ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഡിഫൻഡർ അങ്ങനെ എന്തെങ്കിലും ഇറക്കാനും പ്ലാൻ ഉണ്ട്. ഇൻഷാ അല്ലാഹ്. ആമീൻ. താങ്ക് യു.